നേരെ ഓൺലൈനിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ വാസ്തുശാസ്ത്രപരമായ സംശയങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടുള്ള ഒരുപാട് പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂജാമുറിയുടെ പൊസിഷനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യമാണ്. പൂജാമുറി എവിടെയാണ്? ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. കാര്യം കറക്റ്റ് സ്ഥാനത്ത് പൂജാമുറി വച്ചില്ലെങ്കിൽ ദോഷം അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു വിചാരമാണ് എല്ലാവരെയും ഇതിൻ്റെ ഡ്രൈവ്. നമ്മൾ വാസ്തുശാസ്ത്രം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈശാനം ദേവതാസ്ഥാനം എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഈശാനം ദേവതാസ്ഥാനം എന്നാണ് പറയുന്നത്, അത് ഈശാനം പൂജാസ്ഥാനം എന്നല്ല. അപ്പം ദേവതാസ്ഥാനം എന്ന് പറഞ്ഞാൽ ദേവൻ കുടികൊള്ളുന്ന സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ഈശാനത്തിൽ പൂജാമുറി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ പറയും. അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് പൂജാമുറി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ പലപ്പോഴും ഇത് പറ്റാത്തൊരു സ്ഥിതി വന്നാൽ എന്ത് ചെയ്യും? അപ്പം ഞാൻ എപ്പോഴും നിർദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പൂജാമുറി, വീട്ടിലെ പൂജാമുറി ഒരിക്കലും ഒരു അമ്പലമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു സംഭവമല്ല. കാര്യം ദേവാലയം അല്ല, അത് മനുഷ്യാലയത്തിൽ ഉള്ളിലുള്ള നമ്മുടെ ഒരു എനർജി പോയിന്റ് അല്ലെങ്കിൽ ചാർജിങ് പോയിന്റായിട്ട് മാത്രമേ അതിനെ കാണാവൂ. അതിനൊരു പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് താന്ത്രിക വിധിപ്രകാരം നമ്മളവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊരു ദേവാലയമായിട്ട് മാറും. സ്വാഭാവികമായിട്ടും മനുഷ്യാലയം അല്ലാതെ ആയി മാറും എന്നർത്ഥം. അപ്പം അതുകൊണ്ട് അത്തരം വിധികൾ ചെയ്യാനുള്ള കാര്യത്തിനല്ല ഞാൻ. പിന്നെ ചില ആളുകൾ ആ സിസ്റ്റത്തിൽ നിൽക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീട്ടിൽ എപ്പോഴും പൂജാസ്ഥാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറി എന്നാണ് ഞാൻ അതിന് പറയുന്നത്. പൂജാമുറി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ ഞാൻ പലപ്പോഴും അപൂർവമായിട്ട് ഞാൻ അതിനെതിരാണ്. പൂജാമുറി എന്നല്ല നമ്മൾ പറയേണ്ടത്, പ്രാർത്ഥനാ മുറിയാണ്. ദൈവത്തോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ പ്രാർത്ഥന എന്ന് പറയുകയും ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ധ്യാനം എന്ന് പറയും. അതായത് നമുക്ക് ധ്യാനിക്കുന്ന ആൾക്കാരെ ഉണ്ടാവും, പ്രാർത്ഥിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പ്രാർത്ഥന കോമൺ മാൻ്റെ കാര്യവും ധ്യാനം കുറച്ചുകൂടെ ഇൻ്റലക്ച്വലി ചിന്തിക്കുന്ന ആളുടെ കാര്യങ്ങളുമായിട്ടാണ് പറയപ്പെടുന്നത്. പ്രാർത്ഥന മുറി രണ്ട് പർപ്പസിന് ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും വീട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ദർശനം കിട്ടുന്ന ഒരു സോൺ. അതായത് നമ്മൾ വീട്ടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ ഒരു ദൈവസ്മരണ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അത് കാണിക്കാം. അപ്പോൾ പലരും പറയും, അയ്യോ അവിടെ വയ്ക്കുമ്പോൾ ശുദ്ധിയില്ല, മറ്റതാണ് ബാത്റൂമിന് അപ്പുറത്തിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. വീട്ടിലുള്ള പൂജ ദേവൻ നമ്മളെ കൂടിയാണ് വസിക്കുന്നത് എന്നുള്ള കോൺസെപ്റ്റ് വേണം ചിന്തിക്കാൻ. അല്ലാതെ ദേവൻ പ്രത്യേകം മാറ്റി നിൽക്കുന്നു അല്ലെങ്കിൽ ബാത്റൂമിൽ ദൈവം ഉണ്ടോ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. കാര്യം ബാത്റൂമിൽ ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യത്തിന് പലർക്കും ഉത്തരവില്ല. ദൈവം എല്ലായിടത്തും ഓംനി പ്രസൻ്റ് ആണ്, ബാത്റൂമിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവസങ്കല്പത്തിനെ ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ബിംബത്തിലേക്കോ അല്ലെങ്കിൽ പടത്തിലേക്കോ ഒക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പൂജാമുറി, ധ്യാനമുറി എന്നൊക്കെ പറയുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിഗ്രഹം വയ്ക്കാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. വീട്ടിൽ വിഗ്രഹങ്ങൾ വയ്ക്കുന്ന, ഇപ്പോൾ താന്ത്രിക വിധിപ്രകാരമല്ലാത്ത വിഗ്രഹങ്ങൾ വയ്ക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമ്മളെ എത്തിക്കുന്ന ചില റിമംബറിയാണ്. നമ്മൾ ദൈവത്തിന് ഓർമ്മിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ ദൈവവും നമ്മളും ഒന്നാണെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ എപ്പോഴും നമ്മുടെ കൂടെ ദൈവമുണ്ട് എന്നൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രചോദന മുറിയായിരിക്കണം എപ്പോഴും പ്രാർത്ഥന മുറി എന്ന് പറയുന്നത്. അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അവിടെ ഏത് വയ്ക്കാം, എന്ത് വയ്ക്കാം, നമുക്ക് ഇഷ്ടദേവൻ്റെ ഇത് വയ്ക്കാം, പടം വയ്ക്കാം, ഒരു കുഴപ്പമില്ല. ഒന്ന് വയ്ക്കുന്നതിനും തടസ്സമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വിധിപ്രകാരമൊക്കെ ചിന്തിച്ച് കൃത്യമായി ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് വിഗ്രഹം ഉണ്ടാക്കുന്ന പോലുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വച്ച് താന്ത്രിക വിധിപ്രകാരമുള്ള പൂജയും പ്രതിഷ്ഠയൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. അല്ലാത്ത നിങ്ങൾ എവിടെ വേണം, ഞാൻ പറയാം, ഗണപതി വിഗ്രഹം വീട്ടിൽ എവിടെ വേണം വയ്ക്കാമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഗണപതി വിഗ്രഹം, നടരാജ വിഗ്രഹമൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനൊന്നും വീട്ടിൽ വയ്ക്കരുതെന്നും ഒരിക്കലും ഒരു വിധിയും ഒരിടത്തുമില്ല. പൂജാമുറി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലായിടത്തേക്കും ദർശനം കിട്ടുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പൂജാമുറി ബാത്റൂമിനോട് ചേർന്ന് വരാൻ പാടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറൊരു ചോദ്യമുണ്ട്, അടുക്കളയോട് ചേർന്ന് വരാൻ പാടുണ്ടോ? എവിടെയും വരെ ഞാൻ പറയാം, എവിടെ വന്നാലും ഈ ചേരുന്ന ചെവരൊന്നും വിഷയമല്ല. ആ സ്ഥാനം കൃത്യമായിട്ട് നമ്മൾ വൃത്തിയായി വയ്ക്കുക എന്നുള്ളതിനപ്പുറം അതിനെ വേറൊരു കോൺസെപ്റ്റിൽ നമ്മൾ എടുക്കേണ്ട കാര്യമേ ഇല്ല. വീട്ടിലെ പൂജാമുറി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു പ്രാർത്ഥനാ മുറി, നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ഏരിയ മാത്രമാണ്. പിന്നെ അഗ്നികോണ് പോലുള്ള സ്ഥലങ്ങളിൽ കൊടുക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ അഗ്നി വളരെ ആക്ടിവേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് ഫയർ ഹസാർഡ്സിനുള്ള സാധ്യതയുണ്ട്. വിളക്ക് വയ്ക്കുകയും കർപ്പൂരം കത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫയർ ഹസാർഡ്സ് വരാതിരിക്കാൻ അഗ്നികോണിൽ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറയും. പിന്നെ ഈശാനം ഏറ്റവും നല്ല സ്ഥാനമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ, അവിടെ ദേവതാസ്ഥാനം ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾ വിളക്ക് കത്തിച്ചാലും ഇല്ലെങ്കിലും അവിടെ ദേവനുണ്ട്. പൂജാമുറിയിൽ വച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും അവിടെ ദേവനുണ്ട്. അപ്പം അതുകൊണ്ട് ഈശാനം എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാര്യം അതാണ്. ബെഡ്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കോമൺ കോൺസെപ്റ്റാണ്, അതായത് കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം. അത്
ഇപ്പോൾ ഒരു റൂളായിട്ടങ്ങ് മാറിയിട്ടുണ്ട്. ഏത് കൊച്ചുകുട്ടിയും പറയുന്ന ഒരു റൂളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം ആണോ വാസ്തുവിധി എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇവിടെ. കന്നിമൂല എന്ന് പറയുന്നത് സൂതികാഗ്രഹം എന്നാണ് വിധി, വാസ്തുവിധി. അതെല്ലാ വാസ്തു ടെക്സ്റ്റ് ബുക്കിലും സൂതികാഗ്രഹം എന്താ, പണ്ടൊക്കെ വീട്ടിൽ പ്രസവം ശുശ്രൂഷ നടക്കുന്നത് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ആശുപത്രികളൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അപ്പോൾ പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടും അതിനുശേഷം ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മുറിയാണ് ഈ സൂതികാഗ്രഹം. എന്തുകൊണ്ടെന്ന് രാഹുവിൻ്റെ സ്ഥാനമായതുകൊണ്ടും പല ഫാക്ടേഴ്സ് കൊണ്ടുമാണ് ഈ കന്നിമൂലം പിതൃസ്ഥാനമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ ഈ മുറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണ്. പക്ഷെ എന്തുകൊണ്ടത് ബെഡ്റൂമായി മാറി എന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് സെൻ്ററാണ്. ഈ കന്നിമൂല എന്ന് പറയുന്ന വീടിൻ്റെ ഇമോഷണൽ സെൻ്ററാണ്, റിലേഷൻഷിപ്പ് സെൻ്ററാണ്. ഇതെല്ലാം ആയതുകൊണ്ട് ഈ ഭാര്യ ഭർത്താവ് തമ്മിൽ ബന്ധം വളരെ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ഉണ്ടാവാനും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനും ഒക്കെ എപ്പോഴും നല്ലത് കന്നിമൂല ഭാഗമാണെന്ന് തിരിച്ചറിവിൽ നിന്നാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന സംഭവം കന്നിമൂലയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം കന്നിമൂലയിൽ മാത്രമാണോ ബെഡ്റൂം കൊടുക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. കന്നിമൂല മാത്രമല്ല, ബെഡ്റൂമിന് നല്ല സ്ഥാനം, വടക്ക് പടിഞ്ഞാറ് നല്ല സ്ഥാനമാണ്. കുട്ടികൾക്കൊക്കെ വളരെ നല്ല ഒരു ഡൈനാമിക്കായിട്ട് അവർ നിൽക്കുന്ന ഒരു പോയിന്റാണ് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത്. വടക്ക് കിഴക്ക് ഭാഗം വയസ്സായ ആളുകൾക്കൊക്കെ വളരെ നല്ല ബെഡ്റൂമാണ് ഈ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത്. ഈശാനം ദേവതാസ്ഥാനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ ആരോഗ്യത്തിൻ്റെയൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ ഏറ്റവും നല്ലൊരു സ്ഥാനമാണ് ഈ വടക്ക് കിഴക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും ബെഡ്റൂം ആവാം. തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ബെഡ്റൂമിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്കുണ്ട്. കാര്യം തെക്ക് കിഴക്കായിട്ടുള്ള ബെഡ്റൂമിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് വരുന്നുണ്ട് പരസ്പരം. പ്രത്യേകിച്ച് കപ്പിൾസ് തെക്ക് കിഴക്കുള്ള ബെഡ്റൂമിൽ കഴിയുന്ന അത്ര നല്ലതല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഫ്രിക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെക്ക് കിഴക്കുള്ള ബെഡ്റൂം കഴിയുന്നതും കപ്പിൾസ് ഒഴിവാക്കുക. പക്ഷേ തെക്ക് കിഴക്ക് ബെഡ്റൂം ഉപയോഗിക്കുന്ന ആളുകൾ ഇത്തിരി ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, കുറച്ച് ആക്ടിവിറ്റി കൂടി, വളരെ ഫയർ നമ്മുടെ വൈറ്റാലിറ്റിയാണ് ഈ തെക്ക് കിഴക്ക് ഭാഗം. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കളയുള്ള സ്ഥലത്ത് ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. തെക്ക് കിഴക്ക് അടുക്കള തന്നെയാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അല്ലാതെ വന്നു പോകുന്ന സ്ഥലങ്ങളിലാണ് ഞാൻ ഈ പറയുന്നത്. തെക്ക് കിഴക്ക് ഒരു ബെഡ്റൂം അത് വീടിൻ്റെ 2ാം നിലയിൽ വരുമ്പോൾ അത് വരാറുണ്ട്. വേറൊരു കാര്യമുള്ളത്, ഈ പൂജാമുറി എന്ന് പറയുന്നത് മുകളിലത്തെ നിലയിൽ കൊടുക്കാൻ പാടുണ്ടോ എന്ന് ചോദ്യമുണ്ട്. ഒരു തെറ്റുമില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പ്രാർത്ഥനാ മുറിയാണ്. പ്രാർത്ഥനാ മുറി നമുക്ക് എവിടെയാണ് കംഫർട്ട് അവിടെ കൊടുക്കും. അപ്പോൾ അത് നമുക്കതിന് താഴത്തെ നിലയൊന്നോ മുകളിലത്തെ നിലയൊന്നോ ഒരു സ്പേസ് നമുക്കിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്കൊരു അവസരമുള്ള ഒരു സോൺ കണ്ടുപിടിക്കുക, അവിടെ ഒരു പൂജാമുറി കൊടുക്കുക. അതിന് ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്ത് ചിന്തിച്ച് അതിന് റൂൾസൊക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൃത്യമായി അതിൻ്റെ മെഷർമെൻ്റൊക്കെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഏകയോനി കണക്കിലൊക്കെ വരണം എന്ന് പറയും അതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. കഴിയുന്നതും ഈശാനത്തിൽ കിട്ടുമെന്ന് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ സ്ഥലത്തും ദർശനം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കുക. പിന്നെ ചിലർ ബ്രഹ്മസ്ഥാനത്ത് കൊടുക്കാറുണ്ട്. ബ്രഹ്മസ്ഥാനം നല്ലതാണ് പൂജാമുറിക്ക്, പക്ഷെ അത് അവിടെ വെയിറ്റുള്ള കാര്യങ്ങളൊന്നും കൊണ്ട് വയ്ക്കരുത്. ബ്രഹ്മസ്ഥാനം പൂജയ്ക്ക് വളരെ നല്ലതാണ്. ബാത്റൂം ഒരു കാരണവശാലും ബ്രഹ്മസ്ഥാനത്ത് വരരുത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ബാത്റൂമിൻ്റെ പ്രശ്നം എപ്പോഴും നോർത്ത് വെസ്റ്റാണ് നമുക്ക് നല്ലത്. പക്ഷേ ഇപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂം ആയതുകൊണ്ട് നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂമിൽ എല്ലാ മുറിയിലും ഒരു ബാത്റൂം വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ എല്ലായിടത്തും പോയിട്ട് കൃത്യമായ സ്ഥാനം നോക്കാൻ പറ്റില്ല. കഴിയുന്നത് മൂലകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. മൂലകൾ ഒഴിവാക്കിയിട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള റൂൾ. പിന്നെ വടക്ക് പടിഞ്ഞാറ് മൂലയാണെങ്കിൽ മൂലയിൽ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആ മൂല കോർണേഴ്സ് ഒഴിവാക്കിയിട്ട് വേണം ബാത്റൂം പൊസിഷൻ ചെയ്യാൻ. ഇനി മറ്റൊരു വിഷയമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.